കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതുപോലെ 10 പ്രാവശ്യം ചെയ്യണം കേട്ടോ. ചെയ്യ മടി കാണിച്ച് നിൽക്കാതെ. എന്നാ ഒരു 5 കൂടി വാ. ഈ ബേക്കറിക്കാരിക്ക് ഇത് എന്ത് പറ്റി? മതി, കുറച്ചു നേരം റെസ്റ്റ് ആയിരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ചെയ്യണം. മതി എണീറ്റ്. രണ്ടെണ്ണം കൂടി വാ. ചെയ്തോ? ഓക്കെ മതി. ഇനി ഒന്ന് ഓടാവോ? ലൈറ്റായിട്ട് മതി. വാ, ലൈറ്റായിട്ട് ഓടിയാൽ മതി. വാ, ഓടിക്കോ. എന്താ നോക്ക് മായച്ചി, ചിത്ര നോക്ക്. എന്റെ കൃഷ്ണ, എന്തായി കാണുന്നേ? ഈ കോപ്രായം കാണാനാണോ നീ എന്നെ വിളിച്ചത്? വന്നവർക്ക് നിന്നവർക്ക് ഒരുപോലെ വട്ടായി എന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? പക്ഷെ കണ്ടില്ലേ, എങ്ങനെ വിശ്വസിക്കാതിരിക്കും? വാ. ഓടിക്കോ. അയ്യോ, മതി. ശരി വാ, ഇരിക്കും. ഇനി പോവാം. ശരി വാ. അതെ, നിനക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടേ? എന്തായാലും മതി. എല്ലാ ദിവസവും ഇതുപോലെ എക്സസൈസ് ഒക്കെ ചെയ്താലേ ശരീരത്തിനൊക്കെ നല്ല ഉന്മേഷം കിട്ടുന്ന. ഞാൻ നിനക്കൊരു ബാധ്യതയായി മാറിയോ? ദേ, ആവശ്യമില്ലാത്ത ചിന്തയൊന്നും വേണ്ട കേട്ടോ. നമുക്കൊക്കെ ഒരു വിചാരമുണ്ട്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാലേ ആരെയും ആശ്രയിക്കാതെ ഒറ്റയ്ക്കങ്ങ് ജീവിച്ചു കളയാന്ന്. പക്ഷെ അതൊക്കെ വെറുതെ. നമുക്കൊറ്റയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനേ കഴിയില്ല. ഒരു ദിവസം ഒരു 10 പേരെങ്കിലും പല കാര്യങ്ങൾക്കായി നമ്മൾ വിളിക്കാറുണ്ട്. അതൊന്നും ആർക്കും ഒരു ബാധ്യതയല്ല. ആയിരുന്നെങ്കിൽ ഈ ലോകത്തെ മനുഷ്യന് ഇങ്ങനെയൊന്നും ജീവിക്കാനേ പറ്റില്ലായിരുന്നു. ഫിലോസഫി പറയാൻ നിനക്ക് നന്നായിട്ട് അറിയാല്ലേ? ഫിലോസഫി ആണോ ജോഗ്രഫി ആണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് തോന്നിയതും ഞാൻ കണ്ടതുമായ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. ജീവിതത്തിലെ എല്ലാ കോൺഫിഡൻസും നശിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ നിന്റെ ഈ വർത്തമാനം കേൾക്കുമ്പോ എനിക്ക് കുറച്ചൊക്കെ ആത്മവിശ്വാസം തോന്നുന്നുണ്ട്. ജനിച്ചാൽ ഒരിക്കല് മരിച്ചല്ലേ പറ്റൂ, അത് പ്രകൃതി നിയമോ. പക്ഷേ മരണത്തിന്റെ പേടിയെ മറികടക്കാൻ എന്റെ കയ്യിലൊരു വിദ്യയുണ്ട്. എന്ത് വിദ്യ? ഒരിക്കലും മരിക്കില്ല എന്നങ്ങ് വിചാരിച്ചേക്കണം. ഈ ഭൂമി ഇങ്ങനെയുള്ള കാലം വരെ നമ്മളും ഇവിടെ തന്നെ കാണുമെന്നും കരുതിയാ മതി. അങ്ങ് ആഘോഷമായിട്ട് ജീവിക്കാം. ഇതാ എന്റെ പോളിസി. കൊള്ളാം, നല്ല പോളിസി. എന്നാ ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെച്ച് വന്ന് വിളിക്കാം. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാ ഈ കഷ്ടപ്പെടുന്നത്.
എന്തായിരുന്നു രാവിലെ ഒരു കസർത്ത്? ഓ എന്താ ഇഷ്ടപ്പെട്ടില്ലേ? പിന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അവനവനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാ നല്ലത്. പാവം ആ ഹരിപ്രിയെ കൂടി താൻ മെനക്കെടുത്തി. ഓ അപ്പൊ പുരുഷന്മാർക്ക് എന്തു ആകാം, ഞങ്ങള് സ്ത്രീകള് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ? അല്ല, അല്ലെങ്കിലും നിങ്ങൾ ഈ ആണുങ്ങൾക്കൊക്കെ ഭയങ്കര അസൂയാണല്ലോ. അല്ലെങ്കിലും പെണ്ണുങ്ങളെ അടിച്ചമർത്തിയാണല്ലോ ശീലം. എടി ബേക്കറിക്കാരി, എനിക്ക് നിന്നോട് എന്തിനാ അസൂയ തോന്നുന്നത്? എന്റെ കുശിനിക്കാരാ, മെയിൽ ഷോനിസ്റ്റുകളാ നിങ്ങൾ ഈ പുരുഷന്മാരെല്ലാവരും. പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും അത് അംഗീകരിക്കാൻ ഭയങ്കര മടിയാ. ആണുങ്ങൾ എന്തെങ്കിലും ഒരു ഇത്തിരി ചെയ്താൽ മതി, അതിന് നല്ല പബ്ലിസിറ്റി ഒക്കെ കൊടുത്ത് വലുതായിട്ടങ്ങ് പറയുകയും ചെയ്യും. നിങ്ങൾ നോക്കിക്കോ, എക്സസൈസ് ചെയ്താ സൗന്ദര്യം വർദ്ധിക്കുമെന്ന് ഞങ്ങളും നോക്കട്ടെ. എന്നും കാണണം ഈ ആവേശം. ഞാൻ ഇനി ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടേക്കില്ല. പാവം ആ ഹരിപ്രിയയുടെ കാര്യം കഷ്ടത്തിലായി. അത് ഞാൻ നോക്കിക്കോളാം. ഓ ശരി, ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങുന്നു. അതെ, ഒന്നേ. എന്തേ? ഉച്ച കഴിഞ്ഞേ ഞാനും ഹരിപ്രിയയും ഒന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ടേ. എന്തിന്? അത് ഞങ്ങക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. അതിന് ഹിറ്റ്ലറിന്റെ ഹെൽപ്പും കൂടി വേണം. പണം വല്ലതും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തരാം. കൂടെ വരാനൊന്നും എന്നെ കിട്ടില്ല. മോനെ ഹിറ്റ്ലറെ, ഞാൻ യുവർ വൈഫ്. നീ എന്താ അമ്മയെ പോലെ സംസാരിക്കുന്നത്? അമ്മയുടെ ബാധ കയറിയാണോ? അങ്ങനെ കരുതിക്കും. പക്ഷേ ഒരു ഭാര്യയ്ക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. ഭാര്യയ്ക്ക് അവകാശങ്ങൾ മാത്രമല്ല, കടമകളും ഉണ്ട്. അതിന് എന്റെ കടമകൾ ചെയ്യാൻ അനുവദിക്കണ്ടേ? എന്താ? ഒന്നുമില്ലേ. ഞാനും ഹരിപ്രിയയും കൂടി പർച്ചേസിങ്ങിന് പോകുമ്പോഴേ നിങ്ങളും ഒപ്പം വന്നേ പറ്റൂ. പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, വലിയ മസിൽ പിടുത്തൊന്നും വേണ്ട, നിങ്ങൾ വന്നേ പറ്റൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഹരിപ്രിയ ഉടനെ അങ്ങ് തിരിച്ചു പോവും. അവക്ക് എന്തെങ്കിലും കൊടുത്തു വിടണ്ടേ? അവളുടെ ഇഷ്ടങ്ങൾ എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നത് നിങ്ങൾക്കല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, വന്നേ പറ്റൂ. ശരി, നോക്കട്ടെ. നോക്കലല്ല, വന്നേക്കണം. എന്നോടാ ഹിറ്റ്ലറിന്റെ വാശി. ആരാ? പൗർണമി, എത്ര നാളായി കണ്ടിട്ട്. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? DK വിളിച്ചില്ലായിരുന്നോ? വന്ന പാടെ ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ച് ചോദിക്കല്ലേ താരെ. ഇതൊരു സർപ്രൈസ് വിസിറ്റാ, അതുകൊണ്ട് ആരെയും വിളിച്ചില്ല. DK ഓഫീസിലേക്ക് പോയി. ഓ ഗുഡ്. ഞാൻ DK കാണാനല്ല വന്നത്. പിന്നെ ആരെയാ? അമ്മയോ അതോ ജ്യോതിയോ? അല്ല, ഞാൻ ഹരിപ്രിയെ കാണാൻ വന്നതാ. ഹരിപ്രിയെ കാണാനോ? അതിന് ഹരിപ്രിയ ഇവിടെ ഉണ്ടെന്ന് ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? എനിക്കറിയില്ലേ അവൾ ഇവിടെ ഉണ്ടെന്ന്. അവൾ ഇങ്ങോട്ട് പോന്നപ്പോഴും എന്നോട് പറഞ്ഞിട്ടാ പോന്നത്. ഓ അത് ശരി. അപ്പൊ ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നതല്ലേ? അപ്പൊ ഹരിപ്രിയ ആശുപത്രിയിലായ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അറിഞ്ഞു. ഇപ്പോ ഡിസ്ചാർജ് ആയ കാര്യം കമലേച്ചി വിളിച്ചു പറഞ്ഞായിരുന്നു. കമലേച്ചി അറിയാവോ? പിന്നെ അറിയില്ലേ, എന്റെ ബന്ധുവല്ലേ. ഹരിപ്രിയ അമേരിക്കയിൽ നിന്ന് വന്നപ്പോ എന്നെ വിളിച്ചിരുന്നു. കുറച്ചു ദിവസം സഹായത്തിന് ഒരാള് വേണമെന്ന് പറഞ്ഞു. ഞാനാ കമലേച്ചി ഹരിപ്രിയയുടെ കൂടെ ഇങ്ങോട്ട് വിട്ടത്.
എന്നിട്ട് ഇതൊന്നും ഡിക്കോട് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല, പറയാം. ജ്യോതി അമ്മയൊന്നും വിടിയില്ലേ? അമ്മ അമ്പലത്തിലേക്ക് പോയി. ഞങ്ങളുടെ അമ്മായി അമ്മ എക്സസൈസ് കഴിഞ്ഞ് മുകളിലേക്ക് പോയതാ. പിന്നെ ഇതുവരെ താഴേക്ക് വന്നിട്ടില്ല. ഓ, ജ്യോതി എക്സസൈസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയോ? താരയും കുടിക്കോ, ഈ വണ്ണമൊക്കെ അങ്ങ് പോവും. അയ്യോ, ഞാനില്ല. നമുക്ക് ഇത്തിരി തടിയൊക്കെ ഒരു അഭിമാന. ജ്യോതിക്ക് കൂട്ട് ഹരിപ്രിയ ഉണ്ടല്ലോ. രണ്ടുപേരും കൂടായിരുന്നു രാവിലത്തെ കസർത്ത്. ഞാൻ ഹരിപ്രിയൊന്ന് കാണട്ടെ. അല്ല, എവിടെ? ആ മുറിയിലുണ്ട്. പിന്നെ കുടിക്കാൻ എന്താ വേണ്ടേ? ചായയോ അതോ ജ്യൂസോ? എന്തായാലും സന്തോഷം. താരയുടെ ഇഷ്ടം പോലെ ആവട്ടെ. അയ്യടാ, എന്റെ ഇഷ്ടം കുറച്ച് പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവള് കുടിക്കോ? താരയും കൂടെ കുടിക്ക, വണ്ണം കുറയട്ടെ. ചിത്രേ, പൗർണമി വന്നു. ആര്? സുപ്രിയ ആന്റിയുടെ പഴയ കൂട്ടുകാരി പൗർണമി. അവള് വന്നിരിക്കുന്നു. അല്ല, എന്നിട്ട് എവിടെ? ഹരിപ്രിയെ കാണാൻ പോയി. ഹരിപ്രിയയോ? അതിന് ഹരിപ്രിയ അവളും തമ്മിൽ എന്താ ബന്ധം? എന്തായാലും വന്നതല്ലേ, നീ കുടിക്കാൻ എന്തെങ്കിലും എടുത്തു കൊടുക്ക. വാ ചിത്രേ. സുപ്രിയ, നീ ഹാപ്പി അല്ലേ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് ആ ജ്യോതിയുടെ കാര്യം ഓർക്കുമ്പോഴാ സങ്കടം. അതിനെക്കൊണ്ട് ഈ രഹസ്യം താങ്ങാൻ പറ്റുമോ എന്തോ. സ്വന്തം ഭർത്താവിന്റെ ആദ്യ ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ടത്. അല്ല, കിട്ടിയായിരുന്നോ? ഇന്നലെ രാത്രി കൊടുത്തുവിട്ടതാ. ഞാൻ എയർപോർട്ടിൽ പോയി വാങ്ങി. എന്റെ വേദനയ്ക്ക് ആശ്വാസം കിട്ടാൻ ഇതല്ലേ വഴിയുള്ളൂ. ജ്യൂസ് കുടിക്കാൻ. താങ്ക് യു. അതെന്താ, മരുന്നാണോ? ഏയ് അല്ല. നല്ല ജ്യൂസ്. ഇത് നീ ഉണ്ടാക്കിയതാണോ? പിന്നല്ലാതെ. എന്റെ കൊള്ളില്ലേ? പിന്നെ സൂപ്പർ ആയിട്ടുണ്ട്. നിന്റെ കൈപുണ്യം അസലായി. അല്ലെങ്കിലും താരം ഇടിക്കുക. ഓ, ജ്യൂസ് അല്ല എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ. പുകഴ്ത്തിയത് മതി. ചേച്ചിക്ക് ജ്യൂസ് വേണോ? വേണ്ട. അവൾക്ക് സംശയം തോന്നി കാണില്ലല്ലോ അല്ലേ? ഒരിത്തിരി കിട്ടിയാ മതി. ഒത്തിരിയാക്കി പറയുന്ന സാധനം അത്. അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. മരുന്നിലേക്ക് തന്നെയായിരുന്നു നോട്ടം മൊത്തം. ചിലപ്പോ നിന്നോട് ചോദിക്കും. അത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. അതിരിക്കട്ടെ, ജ്യോതി എവിടെ? എനിക്ക് അവളെ ഒന്ന് കാണണം. അവള് മുറിയിലുണ്ടാവും. നീ അങ്ങോട്ട് ചെല്ലേ. നീ എന്തായി പറയുന്നേ? എന്തു മരുന്ന്? അതൊന്നും എനിക്കറിയില്ല. പൗർണമിക്ക് കൊടുക്കുന്നതേ ഞാൻ കണ്ടുള്ളൂ. താരേച്ചിക്ക് തോന്നിയതാവും. എനിക്കെന്താ വട്ടുണ്ടോ അങ്ങനെ തോന്നാൻ? എന്തിനുള്ള മരുന്നാണെന്ന് വല്ലതും പറഞ്ഞോ? അതൊന്നും ഞാൻ കേട്ടില്ല. ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചപ്പോ അവര് വിഷയം അങ്ങ് മാറ്റിക്കളഞ്ഞു. ഇതിലെന്തെങ്കിലും ഒരു രഹസ്യമുണ്ടോ? എന്ത് രഹസ്യം? ഹരിപ്രിയയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും പൗർണമി കൊണ്ടു കൊടുത്തതിന് നമ്മൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്നാലും നമുക്ക് പൗർണമിയോട് അതൊന്നും ചോദിച്ചാലോ? അത് വേണോ? വേണം. വെറുതെ പുലിവാലാവരുത്. ഒരു പുലിവാലുമില്ല. ഇത് ചോദിച്ചേ പറ്റൂ. വാ, ഇങ്ങോട്ട് നടക്ക്. വാ ചിത്ര. പൗർണമി, ഇവിടെ വരെ വന്നിട്ട് ഞങ്ങളെയൊന്നും കാണാതെ പോവാണോ? അല്പം തിരക്കിലായതുകൊണ്ടാ മായേ. എന്തായാലും ഇപ്പൊ കണ്ടല്ലോ, സന്തോഷം. ഡീക്ക് വരുമ്പോ പറഞ്ഞാ മതി. ഇറങ്ങട്ടെ. ധൃതി പിടിച്ചുള്ള ഈ തിരിച്ചുപോക്കൽ എന്തോ ദുരൂഹത ഉണ്ടല്ലോ പൗർണമി.
നിങ്ങൾക്കിത് എന്ത് പറ്റി? വീട്ടിൽ വരുന്ന ഒരു അതിഥിയോട് ഇങ്ങനെ സംശയത്തോടെ സംസാരിക്കുന്നത് ശരിയല്ല. അത് അതിഥിയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അയ്യോ, ഇവിടെ ആരും അപമാനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പൗർണമി. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. DKയുടെ സുപ്രിയന്റെയും അടുത്ത ഫ്രണ്ടായിരുന്നല്ലോ നിങ്ങള്. DKയുടെ പിറന്നാളിന്റെ അന്ന് നിങ്ങളൊരു കത്ത് കൊണ്ടുവന്നു. ആ കത്തിലായിരുന്നു DK കല്യാണം കഴിക്കണമെന്ന് സുപ്രിയന്റെ എഴുതിയിരുന്നത്. പിന്നെ നിങ്ങളെ ഇപ്പോഴാണല്ലോ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. നിങ്ങൾക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? അറിയേണ്ടത് ചോദിച്ചാ പൗർണമി സത്യം പറയോ? എന്ത് അസുഖത്തിനുള്ള മരുന്നാ പൗർണമി ഹരിപ്രിയയ്ക്ക് കൊടുത്തത്? കണ്ടോ കണ്ടോ, ആ മുഖത്തെ ഞെട്ടല് കണ്ടോ? അപ്പൊ ഇതിൽ എന്തോ രഹസ്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വരെ വന്നിട്ട് DK കാണാതെ പൗർണമി പോവില്ലല്ലോ. നിങ്ങൾ എന്ത് അസംബന്ധം ഈ പറയുന്നത്? ഹരിപ്രിയക്ക് ഞാൻ എന്ത് മെഡിസിൻ കൊടുത്തെന്നാ? അവൾക്കൊരു പ്രത്യേക സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിക്കൊടുത്തു. അതിനു വേണ്ടി മാത്രമാ ഞാൻ ഇവിടെ വരെ വന്നത്. പിന്നെ DK കാണാതെയാ ഞാൻ പോകുന്നെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞാനിപ്പോ അങ്ങോട്ട് തന്നെയാ പോകുന്നത്. നിങ്ങളുടെ ഈ പെരുമാറ്റത്തെക്കുറിച്ച് ഞാൻ DKയോട് പറയാം. അയ്യോ, അതൊന്നും വേണ്ട. ഞങ്ങളങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ല. എനിക്ക് സംശയം തോന്നിയതുകൊണ്ട്. കാണുന്നതും കേൾക്കുന്നതും എല്ലാം സത്യമാണെന്ന് വിചാരിക്കരുത്. ഞാൻ ഹരിപ്രിയെ കാണാൻ വന്നത് നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. സോറി പൗർണമി, ഇവള് വന്നൊരു സംശയം പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. എന്ത് സംശയം? ഇതെന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യോ? സോറി. ഇതൊന്നും ചെന്ന് DKയോട് പറഞ്ഞേക്കല്ലേ. ഒരബദ്ധം പറ്റിയതാ. ഈ താരേച്ചിയുടെ മണ്ടത്തരം കാരണം എല്ലാം സംഭവിച്ചത്. സോറി പൗർണമി. തൽക്കാലം ഞാനിത് ക്ഷമിച്ചിരിക്കുന്നു. DKയുടെ മരുമക്കൾ ഇങ്ങനെ തരം താഴ്ന്ന് ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആകെ നാണക്കേടായി. ഹരിപ്രിയയ്ക്ക് പൗർണമി കൊടുത്തത് മരുന്നാണെന്ന് നീ ശരിക്കും കണ്ടതാണോ? അങ്ങനെ ചോദിച്ചാ എനിക്ക് അങ്ങനെ തോന്നിയത്. ഇനി അത് മരുന്നല്ലായിരുന്നു. കണ്ടോ മായിച്ചി, ഈ താരേച്ചി നമ്മളെ കൂടെ കുഴപ്പത്തിൽ ചാടിച്ചു. ആ പൗർണമി എന്ത് വിചാരിച്ചാണ്? നിക്കുന്ന നിപ്പ് കണ്ടില്ലേ? മോന്തിക്കിട്ട് കുത്തു വെച്ചു കൊടുക്കണം. ദേ, ഇനി ഇങ്ങനെ അറ്റവും മുറിയും കേട്ടിട്ട് വന്ന് വല്ലതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, നിന്നെ ഞങ്ങൾ ശരിയാക്കും. നല്ല കാര്യമുണ്ട്. അതെനിക്ക് തോന്നിയതായിരുന്നു. പൗർണമിയോ? ഇവളെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ? സാധാരണ ഇവള് വരുന്നതിന് മുമ്പ് എന്നെ വിളിക്കാറുള്ളതാണല്ലോ. ഇനി ചിലപ്പോൾ എന്തെങ്കിലും സർപ്രൈസ് തരാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിലും ചിലപ്പോഴൊക്കെ അവൾ അങ്ങനെയാണല്ലോ. ചിലപ്പോൾ അവൾ ഇങ്ങോട്ട് വരുമായിരിക്കും. എന്നാലും എന്നെ അറിയിക്കാതെ അവൾ അമരാവതിയിൽ വന്നെന്തിനാ? ഒന്ന് വിളിച്ചു നോക്കിയാലോ? ജ്യോതി, എന്താ ഹിറ്റ്ലർ ഇത്? എന്താ പെട്ടെന്നൊരു തിരിച്ചു വരവ്? എന്തു പറ്റി?
അല്ല ഇത് എന്തു പറ്റി? മുഖത്ത് വല്ലാത്തൊരു ഗൗരവം. പൗർണമി എന്തിനാ വന്നത്? ഓ അത് ശരി. അപ്പൊ അത് ചോദിക്കാനാണ് ഈ വരവ്. പൗർണമി വന്നത് ഹിറ്റ്ലർ CCTV കണ്ടു കാണും. ചോദിച്ച കേട്ടില്ലേ? പൗർണമി എന്തിനാ വന്നതെന്ന്?